ഒരു നിമിഷം നമുക്ക് ഗബ്രിയേൽ മാലാഖയുടെ വന്ദനം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാം. വിശുദ്ധ മെറ്റിൽഡ ഇപ്രകാരം പറഞ്ഞു വെച്ചല്ലോ, ഇന്നലെ നമ്മൾ ബിച്ചേട്ടനിലൂടെ കേട്ടതാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഫേവറേറ്റ്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പേര് കൃപ നിറഞ്ഞവളെ എന്നാ. ഒരു നിമിഷം നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കിടക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇത്തിരി പേടിയോടൊക്കെയാണ് ഞാനിങ്ങനെ വന്നത്. പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിലെ സന്തോഷവും ആ ധൈര്യവും പവറൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അമ്മ ഇവിടെ വരുന്നേ ഉറപ്പാ. ആവേ മരിയ. ഹല്ലേലൂയ. പേടി ഓഫ് കോഴ്സ് പരിചയക്കുറവിൻ്റെ പേടിയുണ്ട്. രണ്ടാമത്തെ പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പോണ ആരെക്കുറിച്ചാണെന്നറിയോ? ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്ക 1:35. ഈ വചനം സംഭവിച്ചത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു, അത്യുന്നതൻ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. 3, നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ ദൈവപുത്രൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് സംഭവിച്ചത് ആരുടെ മേലാ? പരിശുദ്ധ അമ്മയുടെ മേലാ. ആവേ മരിയ. അമ്മയുടെ റേഞ്ച് മനസ്സിലായ? ആ റേഞ്ച് മനസ്സിലായ നമുക്ക് ഒത്തിരി പേടി തോന്നും. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പണിയച്ചൻ ഒത്തിരി ഇങ്ങനെ പറഞ്ഞു, ഗബ്രിയേൽ മാലാഖ വന്നത് ഇങ്ങനെയൊന്നല്ല, മുട്ട് വിറച്ചോണ്ടാ വന്നേ. കാരണം ഗബ്രിയേൽ മാലാഖയ്ക്ക് അറിയാം താൻ ആരോടാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ജെനുഫ്ലിക്സ് ചെയ്തുകൊണ്ട് ഒരു കാലം മുട്ടുകുത്തി എന്നുകൊണ്ടാണ് മംഗളവാർത്ത പരിശുദ്ധ അമ്മയെ അറിയിക്കുന്നത്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇപ്രകാരം പറഞ്ഞു വെക്കും, The soul of Mary is the most beautiful soul that God has ever created. She's a saint, she's a born saint, she's a marvelous saint. Hallelujah. Hallelujah. നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ ദിവസങ്ങളിലെല്ലാം കേട്ടു. ഉത്ഭവ പാപമില്ലാതെ ജനിച്ചവൾ. പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുത്തിരിക്കുന്ന വില നമുക്ക് മനസ്സിലായി. നമ്മൾ ഹൈപ്പർ ഡൂലിയ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെ ഉന്നത വണക്കം, അതിനുള്ള 3 കാര്യങ്ങളൊക്കെ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. 1, പരിശുദ്ധ അമ്മ ഉത്ഭവ പാപമില്ലാതെ കൃപയുടെ പൂർണ്ണതയിൽ ജനിച്ചവളാണ്. വരപ്രസാദങ്ങളുടെ പൂർണ്ണതയിൽ ജനിച്ചത്. അതാണ് പരിശുദ്ധ അമ്മ ഉന്നത വണക്കത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കാരണം. പരിശുദ്ധ അമ്മ ഉന്നതമായി വണക്കപ്പെടാനുള്ള കാരണം. രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തിലെ രക്ഷകൻ തന്നു എന്നതാ. മൂന്നാമത്തെ കാര്യം, അവൾ ദൈവഹിതത്തോട് പരിപൂർണമായി ഐക്യപ്പെട്ടവൾ. നമുക്കെല്ലാവരുടെയും ഫേവറേറ്റ് ആയ കൊച്ചുറേസ്യ പുണ്യാളത്തി മനസ്സിലായല്ലോ. പരിശുദ്ധ അമ്മയുടെ റേഞ്ച് മനസ്സിലായല്ലോ. ഉന്നതമായ വണക്കം. പരിശുദ്ധ അമ്മയെ നോക്കിയിട്ട് കൊച്ചു എപ്പോഴും ഇങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു രൂപമുണ്ട്. എന്നിട്ട് കൊച്ചുറേസ്യ പുണ്യാളത്തി ഇങ്ങനെ പറയും, അമ്മേ ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, അമ്മേനേക്കാ സമ്പന്ന റിച്ച് ഞാനാട്ടാ. കൊച്ചുറേസ്യ പുണ്യാളത്തി എപ്പോഴും പറയും, അമ്മേനേക്കാ റിച്ച് ഞാനാട്ടാ. കാരണം എന്താണെന്നറിയാ? അമ്മയ്ക്ക് ഒരു പരിശുദ്ധയായ അമ്മ, അതായത് ഉന്നതമായി വണങ്ങപ്പെടുന്ന ഒരമ്മയില്ലല്ലോ. എനിക്ക് ഉന്നതമായി വണക്കപ്പെടുന്ന ഒരമ്മയുണ്ട്. മാത്രമല്ല എനിക്ക് ഒരു ഈശോയും ഉണ്ട്. അപ്പം ശരിക്കും അമ്മയാണോ റിച്ച് അതെയോ ഞാനാണോ റിച്ച് എന്ന് കൊച്ചുറേസ്യ പുണ്യാളത്തി എപ്പോഴും ചോദിക്കും. സ്തുതിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മറിയം
മറിയം ശരിക്കും ദൈവപിതാവിൻ്റെ വലിയൊരു സമ്മാനമാണ്. അവളെക്കുറിച്ച് വർണ്ണിക്കാൻ, കാരണം അയോഗ്യരും പാപികളുമാണ് നമ്മൾ ഓരോരുത്തരും. എന്താ പറയാ, 2 എക്സ്ട്രീംസ്. പൗലോസ്ലീഹ പറയും പാപികളിൽ ഒന്നാമൻ. മറിയമാകട്ടെ, ഇപ്പൊ നമ്മുടെ കാര്യമൊക്കെ ഒന്ന് പറയണോ? പാപികൾ അടി കിടക്കുക. പണിയച്ചൻ എപ്പോഴും പറയും പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേൾക്കാനും അതുപോലെ പറയാനും ഉള്ളൊരു ഭാഗ്യം അത് സ്വർഗത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും എല്ലാവരും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സ്വർഗത്താൽ ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളാ. സ്തുതിച്ചേ ഹാലലൂയ ഹാലലൂയ. വിശുദ്ധ ഇരേണിയൂസ് ഇപ്രകാരം പറഞ്ഞു വെക്കും, ദൈവത്തിന് വേണമെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായ ഒരു ലോകം, ഇതിനേക്കാളും ഇരട്ടി മനോഹരം, എത്രയോ ഇരട്ടി മനോഹരമായ ഒരു ലോകം വേണമെങ്കിൽ ഇനിയും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇതുപോലെ എത്രയ്ക്ക് പെർഫെക്റ്റായ ഒരു സൃഷ്ടി, ഒരു പരിശുദ്ധയായ ഒരു സൃഷ്ടി ദൈവത്തിന് ഇനി പറ്റത്തില്ല. ദൈവത്തിന് ഒരു ലിമിറ്റ് കൽപ്പിക്കുകയല്ല, മറിച്ച് പരിശുദ്ധ അമ്മയുടെ ലെവല് അത്രമേ നമുക്ക് ചിന്തിക്കാനോ പറയാനോ പറ്റാത്തതിൻ്റെ ലെവല് അതിനേക്കാളും ഉപരിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പരിപൂർണതയാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ഞാൻ പറഞ്ഞല്ലോ, ത്രിയേക ദൈവം, ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ മേൽ വന്നു, അത്യുന്ന ശക്തി, ദൈവത്തിൻ്റെ ശക്തി വന്നു, ദൈവപുത്രൻ ജനിച്ചു. അൽഫോൻസ് ലിഗോരി ഇപ്രകാരം പറഞ്ഞു വയ്ക്കും, ഈ ലോകത്തിൻ്റെ ഈ ഒരു കുത്തൊഴുക്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരു, നമ്മുടെ ഈ ലോക ജീവിതം ഒരു കടലാണെങ്കിൽ നമ്മൾ എത്തിപ്പെടേണ്ടത് കര സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് വഴികാട്ടുന്ന ലൈറ്റ് ഹൗസ്, ത്രിയേക ദൈവത്തിലേക്ക് വഴികാട്ടുന്ന ലൈറ്റ് ഹൗസ് ആണ് പരിശുദ്ധ കന്യാമറിയം. സ്തുതിച്ചേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അച്ഛൻ കഴിഞ്ഞ ദിവസം നമുക്ക് വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കി തന്നു, നമ്മളും പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായവരാണ്. ക്രിസ്തുവാണ് ശിരസെങ്കിൽ ശിരസ് മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുണ്ടായത്, മറിച്ച് അവയവവും എല്ലാം പരിശുദ്ധ അമ്മയിൽ. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞത് ഈശോ ചുമ്മാ ഒരു ഡയലോഗ് അടിച്ചതല്ല, മറിച്ച് അതിൻ്റെ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ നിന്റെ അമ്മയാണ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ജനിച്ചത് പരിശുദ്ധ അമ്മയിലൂടെയാണ്, വളരേണ്ടതും പരിശുദ്ധ അമ്മയിലൂടെയാണ്. ഇന്നലെ ബിജു ബ്രദർ നമുക്ക് പഠിപ്പിച്ചു തന്നു, നമ്മൾ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോടൊപ്പം വളരണമെന്ന്. വിശുദ്ധ അഗസ്റ്റിൻ പറയും, ഈ ലോക ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ്. ശരിക്കും പരിശുദ്ധ അമ്മയും നമ്മളും തമ്മിലുള്ള ഒരു പൊക്കിൾ കൊടി ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പേരാണ് ഇത്, പൊക്കിൾ കൊടി ബന്ധമാണിത്, ജപമാല. അഗസ്റ്റിൻ പറയും, പരിശുദ്ധ അമ്മ ഈ പൊക്കിൾ കൊടി ബന്ധത്തിലൂടെ, ശരിക്കും ആ ഒരു ബന്ധത്തിലൂടെയാണ് ഓരോ ആത്മാവിനും, അവളുടെ ഉദരത്തിൽ വസിക്കുന്ന ഓരോ ആത്മാവിനും സഹായവും സംരക്ഷണവും എല്ലാ കൃപകളും നൽകുന്നത്. ഇത് മുറിഞ്ഞു പോയാ, ജപമാല മുറിഞ്ഞു പോയാ തീർന്നു. മുറിയേണ്ടത് എപ്പോഴാ? സ്വർഗീയ ജീവിതം തുടങ്ങുമ്പോഴാ. അവിടെയും പരിശുദ്ധ നമ്മുടെ വയറ്റിൽ നിന്ന് മാറി നമ്മൾ നേരെ മുമ്പിൽ വന്നു നിൽക്കുന്നുള്ളൂ. അവിടെ മാലാഖമാര്, സെറാഫിൻ പണ്ഡിതനായ സെയിൻറ്റ് ബൊനവെഞ്ചർ പറയും, ഒരു കൂട്ടം മാലാഖമാര് പരിശുദ്ധ അമ്മയെ പരിശുദ്ധേ പരിശുദ്ധേ നിത്യകന്യകയെ എന്ന് പറഞ്ഞ് പ്രഘോഷിച്ചുകൊണ്ടിരിക്കും. വേറൊരു കൂട്ടം ദൈവത്തെ ഇതുപോലെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കും. ശരിക്കും എനിക്കൊക്കെ ചെറിയൊരു കൊതിയുണ്ട്, എനിക്ക് അമ്മയുടെ ടീമിലായാൽ മതി എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ? ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിലൂടെ ജനിക്കണം, പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ വളരണം, പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ തിന്മയ്ക്കെതിരെ പോരാടണം, തിന്മയെ അതിജീവിക്കണം. അതിപ്പോൾ പറഞ്ഞതാ, ഈ പൊക്കിൾക്കൊടി ബന്ധം അത് അറ്റുപോകാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ സംരക്ഷണവും എല്ലാ പോക്ഷവും പരിശുദ്ധ അമ്മ നമുക്ക് നൽകും.
ശരിക്കും ജനിക്കണം എന്ന് പറഞ്ഞില്ലേ, അതായത് ജനിക്കണമെങ്കിൽ വിശ്വാസം കിട്ടണം. ഫുൾ ടൈം ജേസിൻ ഇപ്രകാരം പറഞ്ഞു വയ്ക്കും, നീ ഒരാളെ മാനസാന്തരപ്പെടുത്തുന്ന നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ജപമാല പഠിപ്പിക്കുക. രണ്ടിലൊന്ന് സംഭവിക്കും. ഒന്നില്ലെങ്കിൽ ഹി വിൽ ഗെറ്റ് ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ദാനം അവന് കിട്ടും, അല്ലെങ്കിൽ അവൻ ജപമാല ഉപേക്ഷിക്കും. ഈ രണ്ടിലൊന്ന് സംഭവിക്കും. ഫ്രാൻസിസ് സേവിയർ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ഈസ് നോൺ ആസ് ദി സെയിൻറ്റ് ഓഫ് ഇൻഡീസ്, ഇന്ത്യയുടെ വിശുദ്ധനാ. വിശുദ്ധൻ ജപ്പാനിലും ഇന്ത്യയിലും പല സ്ഥലങ്ങളിലൊക്കെ പോയി ഓടി നടന്ന് പ്രഘോഷിച്ചവനാ. ഫ്രാൻസിസ് സേവിയർ ഇപ്രകാരം പറഞ്ഞു വയ്ക്കും, ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രഘോഷിക്കാത്ത എല്ലാ പ്രഘോഷണവും വൻ പരാജയങ്ങളായിട്ടുണ്ട്. അത്രമേൽ പരിശുദ്ധ അമ്മയുമായിട്ടൊരു ഡീപ്പർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വിശുദ്ധനാണ്. വിശുദ്ധന് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ശ്രീലങ്കയിൽ വെച്ച് അവിടെ കുറച്ച് ഏത്തീസ്റ്റ് ആൾക്കാരെ, ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്ത കുറച്ച് ആൾക്കാരെ കാണുകയും ചെയ്തു. അവരോട് ദൈവത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ദൈവം പറഞ്ഞു, നീ ഒരു ശവകുടീരത്തിൽ, പള്ളിയിൽ വെച്ചാണ് ഇവർ കാണുന്നത്, അവിടുത്തെ കബറടക്കത്തിൽ ചെന്നിട്ട് ഒരു ഡെഡ് ബോഡി എടുക്കാൻ പറഞ്ഞു. ഞാൻ അവരെ ഉയർപ്പിച്ചോളാന്ന് പറഞ്ഞു. ഇതാണ് പരിശുദ്ധ അമ്മയും ആയിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ മാരക വിശുദ്ധരുണ്ടാകും. കഴിഞ്ഞ ദിവസം ബിജുചേട്ടൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയിലെ എല്ലാ കൃപകളും ദാനങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ജപമാല ചെല്ലുമ്പോൾ എല്ലാ പോഷകവും ഇങ്ങനെ വരുവാണേ. എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെ കുത്തൊഴുക്ക് പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. മാരകമായ വിശുദ്ധരുണ്ടാകുമെന്നാ കൊച്ചു ത്രേസ്യ പുണ്യാളത്തി പറയുന്നത്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയും, അവസാന നാളുകളിൽ മറിയത്തിൻ്റെ വിശുദ്ധരുണ്ടാകും, മറിയത്തിൻ്റെ പ്രവാചകരുണ്ടാകും. ഫ്രം ഇക്വേഷൻ 1 and 2 സംഭവം അമ്മ അവസാന സെയിൻറ്റ് അൽഫോൺസ് ഡാരെ പറയും, അവസാന നാളുകളിൽ മറിയം കൂടുതലായി വെളിപ്പെടും. പരിശുദ്ധ അമ്മ. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഉൽപ്പത്തി 3:15 പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ സാത്താന് പറ്റത്തില്ല. അവൻ ഒരു തരത്തിൽ, ലൂയി ഡി മോൺഫോർട്ട് ഇപ്രകാരം പറഞ്ഞേക്കും, ഒരു തരത്തിൽ അഹങ്കാരിയായ അവൻ ദൈവത്തെക്കാൾ ഉപരി പരിശുദ്ധ അമ്മയെ ഭയക്കുന്നു. കാരണം കേവലം ഒരു സൃഷ്ടി മാത്രമായ പരിശുദ്ധ അമ്മയാൽ തോൽപ്പിക്കപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മറിയത്തിന്റെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ അവൻ 7 അടി മാറിയേ നിൽക്കത്തുള്ളൂ. പരിശുദ്ധ അമ്മയുടെ ശ്വാസോച്ഛ്വാസം പോലും അവന്റെ തല കറക്കും. ഇതറിയാവുന്നത് കൊണ്ട്, ഇതൊരൊറ്റ കാരണം അറിയാവുന്നതുകൊണ്ട് അൽഫോൻസ് ഗ്രിഗോരി ഇപ്രകാരം പറഞ്ഞു വെക്കും, പിശാച് ഒരാത്മാവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും ആദ്യം അവന്റെ മരിയ ഭക്തി അങ്ങ് കട്ട് ചെയ്ത് കളയും. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് എടുക്കാമോ? വായിക്കാൻ പാടില്ലെന്ന്. സാംസൺ, പ്രവാചകനായ സാംസൺ, ബലവാനായ സാംസന്റെ പതനത്തെ കുറിച്ചാണ് പറയുന്നത്. 16-ാം അധ്യായം 16-ാം നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. വായിച്ചോ, കണ്ടിന്യൂ വായിച്ചോ. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിപ്പിച്ചു. അതിനുശേഷം അവൾ അവനെ
അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അവന്റെ ശക്തി വിട്ടുപോയി. എപ്പോഴാ? അവന്റെ മുടി മുറിച്ചു കളഞ്ഞപ്പോ. പ്രവാചകന്റെ മുടി, ബലവാനായ പ്രവാചകന്മാരുടെ മുടി, ആ മുടി എന്താ? ഈ മുടിയല്ല ശരിക്കും. മുടി ഇതാണ്. പിന്നീട് വായിക്കേ, 18 കണ്ടിന്യൂസ് വായിച്ചതിന്റെ. അത് കഴിഞ്ഞ് സംഭവിക്കുന്നത് അവന്റെ സാംസന്റെ കണ്ണ് കുത്തി പറിച്ച് കളയും. ഇത് തന്നെയാ ഞാൻ പറഞ്ഞേ, മുടി കട്ട് ചെയ്ത് കളയൂന്നേ. അൽഫോൻസ് ഗ്രിഗോരി പറയുന്നുണ്ട്, നിന്നെ പിശാച് നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഏറ്റവും ആദ്യം നിന്റെ മരിയ ഭക്തി അങ്ങ് കട്ട് ചെയ്ത് കളയുന്നു. മുടി, ഞാൻ പറഞ്ഞല്ലോ, ദാനിയേൽ പ്രവാചകൻ സിംഹക്കുഴി കടന്നിരുന്നല്ലോ. ആരെങ്കിലും ദാനിയേൽ പ്രവാചകനെ സംരക്ഷിക്കാൻ അയച്ചോ ദൈവം? ഹബക്കുക്ക് പ്രവാചകനെ അയച്ചു. എങ്ങനെ അയച്ചത്? പ്രവാചകന്റെ പ്രൈസ് ദി ലോർഡ്, പ്രവാചകന്റെ മുടി പിടിച്ചോണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ ജപമാലയാണ് ശരിക്കും പറഞ്ഞ ഓരോ പ്രവാചകന്മാരുടെയും മുടി. പ്രവാചകനെ നശിപ്പിക്കുന്നത് ഈ മുടി കട്ട് ചെയ്ത് കളയുമ്പോഴാ. പിശാച് അതാ നോക്കുന്നേ, മുടി കട്ട് ചെയ്ത് കളയാൻ. അൽഫോൻസ് ലിഗോരിയുടെ വാക്കുകൾ അതിപ്രസക്തമാണ്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല മുറുക്കെ പിടിച്ചോ, ഒരു തിന്മയ്ക്കും നമ്മളെ തൊടാൻ പറ്റത്തില്ല. ഇത് പിശാചിന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ ഏറ്റവും ആദ്യം അതങ്ങ് കട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുന്നത്. മദർ ആഞ്ചലിക്ക വിശുദ്ധയായിട്ടില്ല. മദർ ആഞ്ചലിക്ക ഇപ്രകാരം പറയും, if you abandon the devotion to Mother Mary, then you are among the wolves. നിങ്ങൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നിങ്ങളങ്ങ് നിർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നായി കൂട്ടങ്ങളെ പോലെയാ, അവരുടെ കൂടെയാ. ലിറ്ററലി പറഞ്ഞ പക്ക പിശാചാന്നാ പറഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ ആയിട്ടുള്ള ആ കണക്ഷൻ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നീ തീർന്നു ആ കാര്യത്തിൽ സംശയമില്ല. 10-ാം പീയൂസ് മാർപ്പാപ്പ ഇപ്രകാരം പറയും, ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ഹെഡ് ആൻഡ് യു ആർ ദ ബോഡി ആൻഡ് ഷീ ഇസ് ദ നെക്ക്. കത്തി കഴുത്തിന് വെച്ച് കഴിഞ്ഞാ പിന്നെ ജീവനുണ്ടോ? തീർന്നേ. ജപമാല ഭക്തി ഉപേക്ഷിച്ച ഒരു ക്രിസ്ത്യാനി പിന്നെ അവൻ ക്രിസ്ത്യാനിയല്ല, അവൻ മരിച്ചു. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വെക്കും, മരിയ ഭക്തി ഉപേക്ഷിക്കുന്ന ഒരു ക്രിസ്ത്യാനി ചിറകറ്റ പക്ഷി പോലെ. അവൻ പറക്കാൻ ശ്രമിച്ച പറ്റത്തില്ല. സ്തുതിച്ചേ പക്ഷെ ഈ മുടി ചിലവരെല്ലാരും ഇപ്പൊ എന്തെന്നറിയോ, ഭയങ്കര കണ്ടീഷനിങ്ങാ. ഞങ്ങൾക്കുണ്ടിഷനെ ഭയങ്കര കണ്ടീഷനിങ്ങാ. എല്ലാം റോക്കറ്റ് പോലെയാ. ഇന്ന് ഞാൻ ചെല്ലിയപ്പോഴും എന്നോട് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് ചോദിച്ചു, ഇതെന്താണ് നീ വല്ല ഫ്ലൈറ്റിലേക്ക് പോകണ്ടെന്ന് ചോദിച്ചു. ഇതൊരു പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോണ്ടല്ലോ ഈ ഈ കണ്ടീഷണർ ഇടേണ്ടത് എങ്ങനെയാണെന്നറിയോ? നിർത്തി ജപമാല ചെല്ലുമ്പോഴാണ്. ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞു വെക്കും, റോസറി ജപമാല എന്ന വാക്കിന്റെ അർത്ഥം റോസാ പൂക്കൾ കൊണ്ടുള്ള മാല. എൻ്റെ ഈ റോസറി ജപമാല നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ഇത് ഒരു റോസാപ്പൂ മൊട്ടിന്റെ ഷേപ്പാ. ലൂയി ഡി മോൺഫോർട്ട് ഇപ്രകാരം പറഞ്ഞു വെക്കും, നിങ്ങൾ നിർത്തി ജപമാല ചെല്ലുമ്പം അതൊരു റോസാ പൂ മൊട്ടായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇനിയുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന റോസാപ്പൂ മാലയിൽ എത്ര റോസാപ്പൂ വിരിയാറുണ്ടെന്നാ. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ പ്രാർത്ഥിച്ച് ഈ ഒരു തിരിച്ചറിവ് കർത്താവ് തന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ചിന്ത വന്നത്, എനിക്കറിയത്തില്ല എങ്ങനെയാണ് പറയാൻ വന്നതാ. ഇങ്ങനെ ലിസ്റ്റ് എടുക്കുക, ഇന്ന ആൻറ്റി ഇത്ര, ഇന്ന ആൻറ്റി ഇത്ര, ഈ അങ്കിൾ ഇത്ര, എബിൻ 17. ഞാൻ ചോദിച്ചു, എൻ്റെ ഈശോ ഇതെന്താ ഈ 17? അതെ, നീ ഇത്രയും നാൾ ചെല്ലിയ ജപമാലയുടെ കണക്കാ. ഞാൻ പറഞ്ഞു, എന്ത് ജപമാലയുടെ കണക്കോ? ഒരു മാസത്തിൽ ഞാൻ എങ്ങനെ പോയാലും പോട്ടെ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം, അല്ലെങ്കിൽ പോട്ടെ മാക്സിമം 10 ദിവസം വരെ ഞാൻ ജപമാല ചെല്ലാതിരുന്നാലും 20 ജപമാലയാവും. ഞാനിപ്പോൾ ഇത്രയും വയസ്സായിട്ടും ഞാൻ 17 ജപമാല. സോറി, ഇനി വെയിറ്റ് ചെയ്ത് കാര്യം മനസ്സിലാക്ക്. ഇതേ ഈ തൃശ്ശൂരുകാരൊക്കെ ഇങ്ങനെ പറയും, അവർ പറയണത്, നമ്മളൊക്കെ പറയണത്
ജപമാല പ്രാർത്ഥിച്ചോന്ന് അവർ പറയണത് കേട്ടിട്ടുണ്ടോ? ജപമാല എത്തിച്ചോന്നാ പറയാറ്. ജപമാല എത്തിച്ചോന്ന്. ഇവിടെ ആരെങ്കിലും തൃശ്ശൂരുകാരുണ്ടോ? അല്ലെങ്കിൽ ഓൺലൈനിലൂടെ കേൾക്കുന്നവർക്കൊക്കെ കൃത്യം മനസ്സിലാവും. തൃശ്ശൂർ ശൈലി ഇതാ, എത്തിച്ചോന്ന്. ഈശോ പറഞ്ഞു ഈ റോസറി ഒന്നും ജപമാല ഒന്നും മുകളിലോട്ട് എത്തിയിട്ടില്ല. കാരണം അതുകൊണ്ട് പിന്നെ എനിക്കൊരു സ്വപ്നത്തിൽ കിടന്ന് ഇങ്ങനെ വരുവാണേ, നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ ലൈറ്റ് മേടിക്കുമല്ലോ, തിളങ്ങണ ലൈറ്റ്. അതിനകത്ത് 2-3 ലൈറ്റ് കത്താത്തതാണെങ്കിൽ നമ്മൾ മേടിക്കോ? ആ ഇത് തന്നെയാടാ നീ ചെല്ലിയ ലൈഫിൽ ചെല്ലി ഇത്രയും കൊന്തകൾ ആകപ്പാടെ 17 എണ്ണയാണ്. തീർന്ന് ചങ്ക് പടഞ്ഞു പോയി. പിന്നെ തൊട്ട് ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യവും ഞാൻ അണ്ടർസൈൻ ചെയ്യും. പരിശുദ്ധ അമ്മേ, അതെ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെയാണ്. മനുഷ്യനാണ്, ചില സമയത്ത് ക്ഷീണം വന്നുകൊണ്ട് പോവാറുണ്ടെങ്കിലും ഓൾമോസ്റ്റ് മിക്ക സമയത്തും അണ്ടർസൈൻ ചെയ്യും. നമ്മുടെ വിശുദ്ധനുണ്ട് സെൻറ്റ് വിൻസെൻ്റ് പള്ളോട്ടി. നമ്മുടെ എല്ലാവരുടെയും കയ്യിലൊക്കെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ അല്ലേ. വിശുദ്ധൻ്റെ കയ്യിലുണ്ടായിരുന്ന ആധുനിക ചിന്തകരൊക്കെ പറയായിരുന്നു, വിശുദ്ധൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ പോലെ ഒരു ചെറിയൊരു അങ്ങനെ ഒരു ടാബ് എന്ന് പറയുന്നത്, ടാബല്ല, ഒരു ചെറിയ വുഡൻ പീസാണ്. ആൻഡ് ദാറ്റ് വുഡൻ പീസ് ഹാഡ് ദ പിക്ചർ ഓഫ് മദർ മേരി ആൻഡ് ജീസസ്. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കിടക്കും വഴി കൂടെ ഒക്കെ പോകുമ്പോൾ. അപ്പം വിശുദ്ധൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് പറയും, അമ്മേ ഞാൻ എൻ്റെ ഹൃദയം അമ്മയ്ക്ക് തരുന്നു കേട്ടോ. അമ്മയുടെ ആ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് നീ ഈശോയ്ക്ക് കൊടുത്തേക്കട്ടോ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. പരിശുദ്ധ അമ്മയെ ക്രിസ്ത്യാനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വയ്ക്കും, അമ്മയില്ലാത്ത ക്രിസ്ത്യാനി അനാഥന. അമ്മയില്ലാത്ത ക്രിസ്ത്യാനി പിശാചാന്ന് ഞാൻ പറഞ്ഞതല്ല. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധന്മാർ പറഞ്ഞതാണ്, അമ്മയില്ലാത്ത ക്രിസ്ത്യാനി. അതല്ലേ മദർ ആഞ്ചലിക്ക പറഞ്ഞ, ദെൻ യു ആർ എമംഗ് ദ വൂൾസ്. അവൻ്റെ ടീമിൽ ചേർക്കാൻ വേണ്ടിയാ മുടി വെട്ടിക്കളയുന്ന ഈ ജപമാല ഭക്തി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയായിട്ടുള്ള ഭക്തി വെട്ടിക്കളയുന്ന ചിറക് വെട്ടിക്കളയുന്ന എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. എൻ്റെ മക്കളെ, പരിശുദ്ധ അമ്മ എന്ന നങ്കൂരത്തോട് ബന്ധിതമല്ല, ജപമാലയാൽ ബന്ധിതമല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈ ലോകത്തിന്റെ കോളിളക്കത്തിലും ഈ ലോകത്തിന്റെ ആകർഷണതയിലും ഈ ലോകത്തിന്റെ ചാവലികളിലും പെട്ട് അനേകം ആത്മാക്കളാണ് നശിച്ചു പോകുന്നത്. നമ്മളെല്ലാവരും പറയും വിശുദ്ധിയിലൊന്നും അങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. നമ്മുടെ ഹോസ്മറിയ എസ്ക്രീവ വിശുദ്ധം പറയും, നിങ്ങൾ ശരീരത്തിന്റെ പാപങ്ങളിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുമായിരുന്നു. അതിങ്ങനെയായിരുന്നു വിശുദ്ധം പറയുന്നത്. ഡു നോട്ട് അബൻഡൻ മീ മദർ, ലുക്ക് ടു മീ വിത്ത് കമ്പാഷൻ. എന്നെ കൈവിടല്ലേ അമ്മേ, എന്നെ ദയോടെ നോക്കണമേ എന്ന്. നോക്കാൻ പറഞ്ഞ അമ്മ വന്ന് ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരുന്ന പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ പിശാച് ആ 7 അയലത്ത് നിൽക്കത്തില്ല. ശരീരത്തിന്റെ ബലഹീനതകളെ പരിശുദ്ധ അമ്മയുടെ ആത്മാവ് നിറഞ്ഞ, അതായത് ഷീ ഈസ് ദി ക്രിയേറ്റഡ് ഇമാക്കുലേറ്റ എന്നാണ് മാക്സിമിലിയൻ ഗോൾബെ പറയുന്നത്. പരിശുദ്ധ ഷീ ഈസ് ഫുൾ ഓഫ് ഗ്രേസ്. പിന്നെ പിശാചിന് അവിടെ സ്ഥാനമില്ല. ശരീരത്തെ നിയന്ത്രിക്കാൻ പരിശുദ്ധ അമ്മ. ഒത്തിരി മക്കൾ പറയാറുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് പറയാം ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ടോണിക്. 2 തിമോത്തി 2-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് എടുക്കാമോ? പരിശുദ്ധ അമ്മ നമുക്ക് വിശ്വാസം തരുമെന്ന് ഞാൻ പറഞ്ഞു. ഫുൾട്ടൻ ചേച്ചി പറഞ്ഞതുപോലെ ജപമാല ചെല്ലിയ വിശ്വാസം കിട്ടും. ചിലവരൊക്കെ ജപമാല ചെല്ലുന്നത്, ഇന്നിപ്പോൾ ഞാൻ ഫോൺ ചാർജ് ചെയ്തത് സ്വിച്ച് ഓൺ ആക്കാതെയാ. ശരിക്കും നമ്മുടെ പ്ലഗ് പോയിന്റ് എന്ന് പറഞ്ഞ ജപമാലയാണ്. പക്ഷേ പല വീടുകളിലും ജപമാല ചെല്ലുമ്പോഴും സ്വിച്ച് ഓൺ ആക്കാറില്ല. ഇല്ലെങ്കിൽ കൃപ നിങ്ങളൊക്കെ ഇപ്പം തീപ്പന്തങ്ങളാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴൊക്കെ ശരിക്കും നമ്മൾ ഓരോരുത്തരും മുൾപ്പടർപ്പ. പുറപ്പാട് 2:2 പറയും, പുറപ്പാട് 3:3 പറയും, മോശ ഒരു മുൾപ്പടർപ്പ് കണ്ടു. ആ മുൾപ്പടർപ്പ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാനും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് if you have Mother Mary in your thoughts, you will never be deceived. And when Holy Spirit sees Mother Mary in a soul, he will rush to it. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തമായിട്ട് ആവസിക്കും. എടുക്കാമോ? 2-ാം അധ്യായം തിമോത്തി 2-ാം അധ്യായം 20-ാം വാക്യം. ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും
വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും. അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്നും തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. Praise the Lord. Praise the Lord. ഒരുവൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നെങ്കിൽ, തന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ കുഞ്ഞിപ്പിള്ളേർക്ക് പറ്റുമോ? തന്നെ തന്നെ ഒന്ന് കുളിക്കാൻ കുഞ്ഞിപ്പിള്ളേർക്ക് പറ്റുമോ? തന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ ചിലപ്പോഴൊക്കെ നമ്മൾ വീണു പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ആരുടെ കൊടുക്കും? പലതരം പാത്രങ്ങളുണ്ട് വീട്ടിലെ. ആരാ പാത്രങ്ങളൊക്കെ സാധാരണഗതിയിൽ കഴുകുന്നേ? അമ്മ കഴുകുന്നേ. ഹോസ്മറിയ എസ്ക്രിവ പറയും, നിങ്ങൾ ജപമാല ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയുടെ തിരുരക്തം കൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ കഴുകുന്നു. സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. The monotony of sins will reduce through the monotony of Hail Marys. അങ്ങനെയാണ് ഹോസ്മേരിയ എസ്ക്രിവ പറഞ്ഞു വെക്കുക. ഈ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലി 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 ചെല്ലി. ഇന്നലെ ബിച്ചേട്ടൻ പറഞ്ഞു, നമ്മൾ ആരെ പോലെ ആകും? പരിശുദ്ധ അമ്മയുടെ ഈ ജപമാലകൾ ചെല്ലി 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 നമ്മൾ ആരെ പോലെയാവും? ഈശോയെ പോലെയാവും. അതുകൊണ്ടാണ് അമ്മയ്ക്ക് പരിശുദ്ധ അമ്മ ഓരോരുത്തരെയും ഈശോയെ പോലെ കാണുമ്പം അത്യധികമായിട്ട് സ്നേഹിക്കുന്നത്. ഒരു രീതിയിൽ പറഞ്ഞാൽ സ്വർഗപിതാവിൻ്റെയും ആഗ്രഹം നമ്മളെല്ലാവരും ഈശോയെ പോലെ ആവാനാ. ഉപ്പാണിയച്ചൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇപ്പം മനസ്സിലേക്ക് ഓർമ്മ വരുക. ഈശോയെ എന്നിൽ നിറഞ്ഞ് 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 എന്നെ ഇല്ലാതാക്കി എന്നെ മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റണമേ. ഈ മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റുന്നത് പരിശുദ്ധ അമ്മയാ. ലൂയി ഡി മോൺഫോർട്ട് ഇപ്രകാരം പറഞ്ഞു വെക്കും, ക്രിസ്തു എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഓ മറിയമേ, അത് നിന്റെ പ്രവർത്തനം മൂലമാണ്. നീ എനിക്ക് അവളെ തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് അവനെ ഒരിക്കലും അനുഭവിക്കാൻ പറ്റത്തില്ലായിരുന്നു. നന്ദി മറിയമേ എന്ന് പറയും. പറഞ്ഞേ ആവേ മരിയ. സ്നേഹത്തോടെ പറഞ്ഞേ ആവേ മരിയ. ഈശോയെ തന്ന പരിശുദ്ധ അമ്മയോടെ നന്ദിയോടെ പറഞ്ഞേ ആവേ മരിയ. ഇത്ര നല്ല അമ്മയെ തന്ന ദൈവപിതാവിന്, അതായത് കുശ്രീസ പുണ്യാളത്തി പറഞ്ഞല്ലോ, ഞാൻ ആ അമ്മേനേക്കാൾ റിച്ചെന്ന്. കാരണം സ്വർഗപിതാവ് ഇത്ര നല്ലൊരു അമ്മയെ തന്നതുകൊണ്ടാ. സ്തുതിച്ചേ ഹാലലൂയ. സ്വർഗപിതാവിനെ സ്തുതിച്ചേ ഹാലലൂയ, ഹാലലൂയ. ഇത്ര നല്ല ഒരു അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായിട്ട് തന്നു. കുശ്രീസ പുണ്യാളത്തി പറയും, ഷീ ഈസ് ദ ക്യൂൻ ഓഫ് ഹെവൻ ബട്ട് ഷീ ഈസ് മോർ ഓഫ് എ മദർ ദാൻ എ ക്യൂൻ. വിശുദ്ധ ലോറ വിക്കൗണ ഇപ്രകാരം പറയും, I am not afraid because we are in the arms of the blessed Virgin Mary. ലോറ വിക്കൗണ ഇപ്രകാരം പറഞ്ഞു വെക്കും, nothing gives me more joy, അല്ലെങ്കിൽ it makes me more happier than the thought. ഈ ഒരു ചിന്ത, അതായത് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ മകനാണ് മകളാണ് എന്നുള്ള ഈ സ്വർഗീയ സത്യം ചിന്തിക്കുന്നതാണ് എൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമെന്ന്. സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ നമുക്ക് വിശ്വാസം തരും, നമ്മളെ പോഷകം തന്ന് നമ്മളെ വിശുദ്ധീകരിക്കും. പരിശുദ്ധ അമ്മ നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മുടെ സഹനങ്ങളിലും എല്ലാം അവൾ സഹായിക്കും. അമ്മയാണ് നമ്മളെ നയിക്കുന്നത്. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപമാല ചെല്ലുക, അല്ലെങ്കിൽ അമ്മയോട് ചേർന്ന് നിൽക്കുക. സോ സിമ്പിൾ. ജപമാല ചെല്ലാൻ പറ്റുന്നില്ല എങ്കിൽ ഓർത്തോ, നിങ്ങൾക്ക് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അല്ലെങ്കിൽ ചുമ്മാ കുറേ ജപമാല ചെല്ലി തീർത്തിട്ടും കാര്യമില്ല. ഞാൻ പറയുന്നല്ലോ, മുട്ട് വിരിയാതെ ജപമാല ചെല്ലിയില്ലെങ്കിൽ
ബെൻഡിക് പനാറം മാർപ്പാപ്പ പറയും, പെസഹ രഹസ്യങ്ങളുടെ ധ്യാനമാണ് ജപമാല. പെസഹ രഹസ്യങ്ങളുടെ ധ്യാനത്തിലൂടെ ഒരു ആറ്റം ബോംബിനേക്കാൾ വലിയ ശക്തി, ഈ ലോകത്തെ രക്ഷിക്കുന്ന ദൈവപുത്രന്റെ ശക്തി നിങ്ങളുടെ ആത്മാക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ശരിക്കും പറഞ്ഞാൽ ഒരു 500 ജപമാലയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളൊക്കെ വിശുദ്ധരായി മാറേണ്ടതാ. പറഞ്ഞില്ല അവസ്ഥ, 17 കൊന്തേ ചെല്ലിട്ടുള്ളൂ എന്ന കർത്താവ് പറഞ്ഞേക്കണേ. അതുകൊണ്ടാ പ്രാർത്ഥിക്കണം മക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. ലൂയി ഡി മോൺഫോർട്ട് ഇപ്രകാരം പറഞ്ഞു വെക്കും, പരിശുദ്ധ അമ്മ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അൽഫോൺസ് ലിഗോരി പറയും, ഷീസ് എ ബോൺ സെയിന്റ്, ഷീസ് എ മാർവലസ് സെയിന്റ്. ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞു വെക്കും, ഈ പരിശുദ്ധ അമ്മ ഒരു അച്ചാണ്. ഈ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന മക്കളെ ഈ അച്ചിലേക്ക് ദൈവം അങ്ങ് ചേർത്ത് വെക്കും. പിന്നെ ഒരച്ചിലോട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്ത് വരുന്ന അച്ചുകളൊക്കെ പറയണ്ടല്ലോ. മനസ്സിലായോ? നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളർച്ച, അല്ലെങ്കിൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലാത്തതിൻ്റെ കാരണം ഈ ഒരൊറ്റ കാര്യമുള്ളൂ. ഇന്ന് മദർ തെരേസയുടെ തിരുനാളാണ്. മദർ തെരേസ പറഞ്ഞ കാര്യം, ഇഫ് ദർ ഇസ് നോ മേരി ദർ ഇസ് നോ ജീസസ്. വിശുദ്ധ ജർമാവൂസ് പറഞ്ഞു വെക്കും, നോ മേരി, KNOW, നോ മേരി, you will know who Jesus is. KNOW, know Jesus. പരിശുദ്ധ അമ്മ വണങ്ങപ്പെടുന്നതോടൊപ്പം പുത്രൻ കൂടുതൽ കൂടുതലായി വണങ്ങപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കപ്പെടുകയും ചെയ്യും. അതാണ് പറയുന്നത്, മറിയം വഴി പ്രവർത്തിക്കുന്നവരാരും പാപം ചെയ്യുകയില്ല. നമ്മുടെ ഹിതം പൂർണ്ണമായി അമ്മയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കണം. സ്വന്തം അമ്മയ്ക്ക് വിട്ടുകൊടുക്കുന്നവരുടെ അടുത്തേക്ക് അമ്മ ഓടി വന്ന് കെട്ടി അങ്ങ് പിടിക്കും. ഇഗ്നേഷ്യസ് ലയോള പറയും, ദൈവത്തിന് തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആരാക്കി തീർക്കുമെന്ന് പലർക്കും ഇന്നൊരു ബോധ്യമില്ല. ബോധ്യമുണ്ടായിരുന്നെങ്കിൽ 100 വട്ടം അവനെല്ലാം ഉപേക്ഷിച്ച്. മറിയം അങ്ങനെയല്ല ചെയ്തേ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റാത്ത മക്കളെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്ന് പറയുക, പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ ലിവ് ഓൺ റോസറീസ്, ജപമാല ചൊല്ലി ജീവിക്കുക. എല്ലാ വരങ്ങളും നിന്റെ മേൽ നിറയും, എല്ലാ പുണ്യങ്ങളും നിങ്ങളുടെ മേൽ നിറയും. പക്ഷേ ഓണാക്കിയിട്ട് വേണം കേട്ടോ ചെല്ലാൻ. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. ചിലവർ പറയും, ഞാൻ ഇത്ര കൊന്തയല്ലി, ഇത്ര വള്ളി പോയി, ഒരു മാറ്റവും വന്നിട്ടില്ല. കാരണം ഇത് ആത്മാവിലോട്ട് ഇറങ്ങുന്നില്ല. സ്തുതിച്ചേ, പരിശുദ്ധ അമ്മയെ സ്തുതിക്കുന്നതിൻ്റെ ഒപ്പം പരിശുദ്ധ അമ്മയുടെ കൈകൾ പിടിച്ച് ഈശോയെ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. നമ്മൾ നിർത്തി ജപമാല ചെല്ലണം എന്ന് പറഞ്ഞില്ലേ? നിർത്തി കഴിഞ്ഞ ദിവസം ബിചേട്ടൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ നമ്മളെ രൂപാന്തരപ്പെടുത്തും, എല്ലാ പുണ്യങ്ങളാലും നമ്മളെ നിറയ്ക്കും. മാക്സിമിലിയൻ ഗോൾബെ ഇപ്രകാരം മാക്സിമിലിയൻ ഗോൾബെക്ക് ഒരു ദിവ്യ ദർശനം ഉണ്ടായി. എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞേ, മോനെ ദേ 2 കിരീടങ്ങൾ, ഒരെണ്ണം ബൈ ഡിഫോൾട്ട് നിനക്കുണ്ട്, കാരണം നിനക്ക് എന്നോട് സ്നേഹമുണ്ട്, നീ എൻ്റെ മകനാ. അത് പരിശുദ്ധിയാണ്, വിശുദ്ധിയാണ്, ചാസ്റ്റിറ്റി. അത് തരാം. പിന്നെ ഇത് ഒരു പ്ലസ് പോയിന്റാ, വേണോ? രക്തസാക്ഷിത്വം. ഈശോയ്ക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ 21 പേര് മരിച്ചപ്പോൾ, അതായത് ജിഹാദി ജോൺ വെട്ടിക്കൊന്നപ്പോൾ പറഞ്ഞു, അവരെല്ലാവരും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേരാൻ നമുക്ക് കിട്ടുന്ന ഒരു യോഗ്യതയാണ് രക്തസാക്ഷിത്വം. അത് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. അന്തോണീസ് പുണ്യാളനൊക്കെ ഒത്തിരി ആഗ്രഹിച്ച, മാരക വിശുദ്ധനായ അന്തോണീസ് പുണ്യാളൻ, അത്ഭുത പ്രവർത്തകനായ അന്തോണീസ് പുണ്യാളനൊക്കെ ആഗ്രഹിച്ച, കിട്ടിയില്ല. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കേ കിട്ടാറുള്ളൂ. അതൊരു മിസ്റ്ററിയാ. അത് നമുക്കറിയത്തില്ല. പരിശുദ്ധ അമ്മയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പെർമിഷൻ നമുക്കിപ്പോൾ ഇത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന വലിയൊരു ദാനമാണ്, കൃപയാണ്. ചൈനയിലൊരു വിശുദ്ധനുണ്ടായിരുന്നു.
ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ കണ്ടീഷനെ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷനെ ചെല്ലണേ. ചൈനയിലൊരു വിശുദ്ധൻ ഉണ്ടായിരുന്നു, മാർക്ക് ജി ടിയാൻസിയാങ്. 1990-കളിൽ അവിടെ ബോക്സർ റെവല്യൂഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളെ ടപ്പേന്ന് വന്നിട്ട് കഴുത്തങ്ങ് അറുത്ത് കളഞ്ഞു. ഈ വിശുദ്ധൻ്റെ കുടുംബത്തിലെ 10 പേരുണ്ട്, നിൽക്കുക ആരാച്ചാരുടെ മുമ്പിൽ. 6 പേരക്കിടാങ്ങളാ നിൽക്കണേ. മക്കളെ തുടങ്ങിക്കോ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ തുടങ്ങിക്കോ. ലുത്തിനിയ ചൊല്ലിയാണ് അവരോരോരുത്തരും കഴുത്ത് മുറിയപ്പെട്ടത്. അവർ ഞങ്ങൾക്ക് കണ്ടീഷനെന്ന് ചൊല്ലിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അവസാനത്തെ കൊച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ കഴുത്ത് മുറിക്കാൻ പോണ സമയമായപ്പോഴത്തേക്കും ചോദിക്കും, ഗ്രാൻഡ് പാ വെർ ആർ വി ഗോയിങ്, നമ്മളെന്തിനാ ഇവിടെ വന്നേ? വിശുദ്ധം പറയും, വി ആർ ഗോയിങ് ഹെവൻ. പരിശുദ്ധ അമ്മയോട് ലുത്തിനെ ചൊല്ലി മരിച്ച വിശുദ്ധരുണ്ട്. രക്തസാക്ഷിത്വം വരെ നമ്മൾക്ക് പരിശുദ്ധ അമ്മയോടെ കൈകളിൽ നിന്ന് നമുക്ക് ദൈവം തരും. ഒരു പ്രാവശ്യം എനിക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ചില സഹോദരങ്ങളോടൊന്നും വലിയ താല്പര്യം തോന്നാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴുത്ത് വെട്ടിക്കഴിഞ്ഞാൽ തീർന്നു. കഴുത്ത് പരിശുദ്ധ അമ്മയാ. പിന്നെ കഴുത്ത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതല്ല, മദർ ഏഞ്ചലിക്ക പറഞ്ഞ ദേ ആർ എമംഗ്സ് ദ വൂൾസ്. അപ്പം എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ചത് നാഗ്പൂരായിരുന്നു. അപ്പം എൻ്റെ ഒരു കൺഫസർ, ഹി വാസ് ആൻ ഐറിഷ് പ്രീസ്റ്റ്, ജീവിക്കുന്ന വിശുദ്ധൻ എന്നാണ് പറഞ്ഞത്. അപ്പം അച്ഛനോട് ഞാൻ ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല കുറച്ച് ആൾക്കാരെ, ഇങ്ങനെയുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞു. എബി യു ഷുഡ് നെവർ എവർ ജഡ്ജ് ദം, വി നെവർ നോ. നമുക്ക് സ്വർഗത്തിലെത്തുമ്പോൾ അവരങ്ങ് ഹയർ ഡിഗ്രിയിലായിരിക്കും. ഞാൻ പറഞ്ഞു ഹയർ ഡിഗ്രി അല്ല, ഞാൻ ഓക്കെ അച്ഛാന്ന് പറഞ്ഞ് ഞാൻ പോയി. പക്ഷെ ഞാനതിന് ചിന്തിച്ചേ, സ്വർഗത്തിൽ അപ്പം ഡിഗ്രിയൊക്കെ ഉണ്ടാ, ഹയർ ഡിഗ്രിയൊക്കെ ഉണ്ടാ ചിന്തിച്ചു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ ഇതെന്താ ഹയർ ഡിഗ്രി? അപ്പോഴാണ് മാതാവ് പറഞ്ഞത്, നീ ആ വാഗ്ദാനങ്ങളൊക്കെ ഇടുന്നു വായിച്ച്, ജപമാല ചെല്ലുന്ന മക്കളുടെ അതിനകത്തൊരു വാഗ്ദാനമാണ്, ഐ വിൽ ഗിവ് യു ഹയർ ഡിഗ്രി ഇൻ ഹെവൻ. പണിയച്ചൻ ആദ്യ ദിവസം പറഞ്ഞില്ലേ, പരിശുദ്ധ അമ്മയോട് ഭക്തി ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നിന്നെ പരിശുദ്ധ അമ്മയുടെ സൈഡിൽ ചെയർ ഇട്ടിട്ട് എഴുതിപ്പിക്കുന്നു. സ്തുതിച്ചേ, ഹല്ലേലൂയ. സംഭവിക്കും, സത്യമാണ് മക്കളെ. പരിശുദ്ധ അമ്മയോട് ഭക്തി ഉണ്ടെങ്കിൽ സ്വർഗരാജ്യം നിശ്ചിതമാണ്. യഥാർത്ഥ മരിയ ഭക്തിയർ സ്വർഗത്തിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ. ദൈവീക ജീവൻ ത്രിയേക, അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് അവൾക്ക് നമ്മളെ സ്വർഗം കാണിച്ചു തരാൻ, ദൈവത്തെ കാണിച്ചു തരാൻ, നിത്യജീവനിലേക്ക് അടുപ്പിക്കാൻ അവൾക്കേ പറ്റും. ലൂയി മോൺഫോർട്ട് ഇപ്രകാരം പറഞ്ഞു വെക്കും, ഒരാത്മാവ്, അതായത് ദൈവത്തോടെ ഒരാത്മാവ് എത്രമാത്രം അനുരൂപപ്പെട്ട് ഏറ്റവും മാക്സിമത്തിൽ അനുരൂപപ്പെട്ടിരിക്കുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധ അമ്മയുടെ ആത്മാവ്. അത് തന്നെ ആദ്യം പറഞ്ഞ അൽഫോൻസ് ഗ്രിഗോറി, ഷീസ് എ മാർവലസ് സെയിന്റ്, ബോൺ സെയിന്റ്. അപ്പം ഏറ്റവും അനുരൂപപ്പെട്ട ആ ആത്മാവിനാണ് ബാക്കിയുള്ള ആത്മാക്കളും, തൻ്റെ മക്കളായ ബാക്കിയുള്ള ആത്മാക്കളും എത്രമാത്രം ഏത് രീതിയിൽ എങ്ങനെ അനുരൂപപ്പെടണം എന്നറിയേണ്ടത്. ബ്ലെസ്സഡ് ആലൻ ഡി റോഷെ ഇപ്രകാരം പറഞ്ഞു വെക്കും, the faithful sit at the school of rosary to learn faith. വിശ്വാസം കിട്ടണമെങ്കിൽ, ജ്ഞാനം കിട്ടണമെങ്കിൽ ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധ അമ്മയുടെ മടിയിലിരിക്കണം. ഈ അമ്മയെ കൈപിടിച്ച് നടന്നാ ഒരിക്കലും നീ വഴിതെറ്റി പോകത്തില്ല. ശുശ്രൂഷ ജീവിതത്തിലും നമ്മുടെ ഈശോയുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? ഈശോ 12-ാം വയസ്സിൽ ശുശ്രൂഷ തുടങ്ങിയ ഈ പരിശുദ്ധ അമ്മയാണ് 12-ാം വയസ്സിൽ തുടങ്ങിയ ശുശ്രൂഷ. എന്താ പറഞ്ഞേ? ഈശോ പറഞ്ഞു, അമ്മേ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ്. അമ്മ ശരിക്കും പറഞ്ഞ ഒന്നും മിണ്ടില്ല. പക്ഷെ ഞാൻ പറയാം, മസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. കാരണം അടുത്ത വചനം എങ്ങനെയാ? അവൻ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അമ്മയോടും അപ്പൻ്റെയും ഒപ്പം ഭവനത്തിൽ താമസിച്ചു. സ്റ്റോപ്പ് പറഞ്ഞേ. ശുശ്രൂഷ നമുക്ക് തീഷ്ണത കൂടി വരുമ്പോൾ, ചില പിള്ളേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര തീഷ്ണത, പക്ഷേ പൗലോസ്ലീഹ പറയുന്ന പോലെ ശരിയായ അറിവ് മൂലമുള്ള തീഷ്ണതയല്ല. ഈ സ്റ്റോപ്പ് പറഞ്ഞ് എത്രാം വയസ്സിലാണ്? 12-ാം വയസ്സിൽ പ്രസംഗിച്ച ഈശോയോട് സ്റ്റോപ്പ് പറഞ്ഞ് 31-ാം വയസ്സിൽ ഇതേ ഈശോ, ഹൈലി മെച്ചുവേർഡായ ഈശോ 31-ാം വയസ്സിൽ പരിശുദ്ധ അമ്മയടുത്ത് ഇങ്ങനെ വന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, മോനെ ഇറ്റ്സ് ടൈം. നോ മാം, സമയമായിട്ടില്ല, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. ഇല്ല,
ഇതാണ് നിന്റെ സമയം, പരിപാടി തുടങ്ങിക്കോ. യോഹന്നാൻ 2:5 അവൻ പറഞ്ഞു, അവൾ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവൻ. ഇപ്പൊ സംഭവിക്കും, അത്ഭുതം നടക്കുന്നു. 31-ാം വയസ്സിൽ അത്രയും മെച്ചുവേർഡായ ഈശോയോട് സ്റ്റാർട്ട് പറഞ്ഞു, 12-ാം വയസ്സിൽ സ്റ്റോപ്പ് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയാണ് തുടക്കം പറയേണ്ടതും അവസാനിപ്പിക്കേണ്ടതും ഒക്കെ പരിശുദ്ധ അമ്മയാ. ഹല്ലേലൂയ, സ്തുതിച്ചേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫുൾ ടൈം ജേസിന് ഇപ്രകാരം പറഞ്ഞു വെക്കും, ക്രിസ്തുവിനെ വളർത്തിയവൾക്ക് ക്രിസ്ത്യാനിയെ വളർത്താൻ പറ്റത്തുള്ളൂ. only the one who raised Christ can only raise a true Christian. ഇവിടെ ബഹുമാനപ്പെട്ട ഡൊമിനിക് വാൾമന അച്ഛനെ അബൈഡ് 8-ന് ശേഷം ഇവിടെ വന്ന് അബൈഡേഴ്സിനും ശുശ്രൂഷകർക്കൊക്കെ ഒരു ശുശ്രൂഷ നടത്തി. എനിക്ക് ആ ശുശ്രൂഷയിൽ കൂടാൻ പറ്റിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു മെയിൻ പോയിന്റ് പറഞ്ഞത്, ഇവിടെ ട്രൂ ഹോളി സ്പിരിറ്റ് ഇസ് വർക്കിംഗ്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണും. നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് കൂടിയ എൻ്റെ കൂട്ടുകാരായ അബൈഡേഴ്സ് അവരെന്നോട് പറഞ്ഞു, ഈശോ ഇതെങ്ങനെ തിരഞ്ഞ് മനസ്സിലാക്കും, യഥാർത്ഥ ഹോളി സ്പിരിറ്റ് എങ്ങനെ? അപ്പോഴല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന നിധി മനസ്സിലായത്. അല്ല, അമ്മയിൽ നിറഞ്ഞ ഹോളി സ്പിരിറ്റ് അതാണ് ട്രൂ ഹോളി സ്പിരിറ്റ്. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നീ ഇന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവ്. ഈ ഹോള് ശരിക്കും പാദ്രിയോപിയോ ഹോളാ. പണിച്ചും പറയായിരുന്നു, ഈ ഹോള് പേരിട്ടത് പാദ്രിയോപിയോ ഹോളാ. എന്നിട്ട് ഈശോ പറഞ്ഞേ, നീ ഇവിടെ വേറെ ഏതോ വിശുദ്ധന്മാരെയൊക്കെ വെക്കാൻ പ്ലാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് പേരിട്ട വിശുദ്ധനെ തന്നെ വെക്കാൻ പറഞ്ഞു. അച്ഛൻ പറയാം, ഈശോയെ ആമേൻ എന്ന് പറഞ്ഞത് പാദ്രിയോപിയോനെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പാദ്രിയോപിയോ ഒരു മനോഹരമായൊരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ടേ. ഒത്തിരി ജമാല ചെല്ലുന്ന വിശുദ്ധനാന്നാ പറഞ്ഞത്. റോസറി കോസ്റ്റ് യു വെരി ലെസ് ബട്ട് ഇറ്റ്സ് വാല്യൂ ഇസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ മൂല്യം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ജപമാലയുടെ മൂല്യം അത് സ്വർഗമാണ് നിശ്ചയിക്കുന്നത്. അത് സ്വർഗം തന്നെയാണ്. ചിലപ്പോൾ ഒരു 20 മിനിറ്റ് ഉണ്ടാവുള്ളൂ ഒരു ജപമാല, പക്ഷേ നിത്യത 20 മിനിറ്റ് നിനക്ക് നിത്യത തരും. 20 മിനിറ്റ് നിനക്ക് നിത്യത തരും. നീ ജപമാല ചൊല്ലുക, നിർത്തി മുട്ട് വിരിയിച്ച നിനക്ക് സുവിശേഷം കൊണ്ടൊരു മാല കിട്ടാം. ആ മാല നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും. കൊച്ചുറേച്ച പുണ്യാർത്ഥി പറയും, ഈ മാലയുടെ ഒരറ്റം നിന്റെ കയ്യിലും മറ്റേ അറ്റം പരിശുദ്ധ അമ്മയുടെ കയ്യിലുമാണേ. ഇതങ്ങ് അമ്മ നിന്നെ അങ്ങ് പൊക്കി എടുത്തോളും. പരിശുദ്ധ അമ്മയുടെ കൂടെ നടക്കുന്നവരൊക്കെ പൊങ്ങിപ്പോ ഭയങ്കര അഭിഷേകമായിരിക്കും, തീപ്പന്തങ്ങളായിരിക്കും. അവസാന നാളുകളിൽ ഇങ്ങനെ സംഭവിക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവരുടെയും മേൽ വർഷിക്കും. മറിയത്തോട് ഭക്തിയുള്ളവരുടെ മേൽ. ഷീസ് എ സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പണിച്ചൻ പറഞ്ഞില്ലേ, അതാ. അമ്മയെ സ്നേഹിക്കണം. അമ്മയെ സ്നേഹിക്കാത്തവൻ മണ്ടനാ, അവന് കണ്ണ് കാണത്തില്ല. സാംസന്റെ മുടി ജപമാല, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്, അത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് അവരാദ്യം ചെയ്തത് എന്താ? കണ്ണ് കുത്തി പൊട്ടിച്ചു, അന്ധനാക്കി മാറ്റി. സുഭാഷിതം 30-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു വെക്കും, അമ്മയെ അവജ്ഞയോടെ നോക്കുന്നവന്റെ കണങ്കാക്കുകൾ കുത്തിപ്പറക്കുകയും കഴുകൻ തിന്നുകയും ചെയ്യും. അന്ധനായി മാറുന്ന പറഞ്ഞു ലിറ്ററലി. 2 കൊരിന്തോസ് 4:4 പറയും, ഈ ലോകത്തിലെ ദേവൻ, അതാരാ ചെയ്യുന്നത്? ഈ ലോകത്തിലെ ദേവൻ അവിശ്വാസികളായ തങ്ങളുടെ വിശ്വാസം, അതായത് ക്രിസ്തുവിന്റെ പ്രകാശം കാണാതിരിക്കാൻ തങ്ങളുടെ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുന്നു. അമ്മയെ ബഹുമാനിക്കുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. എവിടെ? സ്വർഗത്തിലും ഭൂമിയിലും കൂട്ടിവെക്കൂട്ടാ. അതല്ലേ വീഞ്ഞ് തീർന്നപ്പം. അതായത് ഫുൾ ടൈം ചേച്ചി ഇപ്രകാരം പറഞ്ഞു വയ്ക്കും, പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ കാര്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം എപ്പോഴും വചനം മാംസം ധരിച്ചുകൊണ്ടേയിരിക്കും. അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഷീ നോട്ട്സ് ഡൗൺ യുവർ നീഡ്സ് ബിഫോർ വി ourselves ഫീൽ ഇറ്റ്. നമ്മൾ പോലും അറിയാതെ പരിശുദ്ധ അമ്മ എല്ലാം കലവറയിൽ എന്തൊക്കെ കുറവുണ്ട്, വിശുദ്ധി
ശരീരത്തിന്റെ വിശുദ്ധി കുറവുണ്ടോ? നീ അറിയണേന് മുമ്പ് പരിശുദ്ധ അമ്മ അറിഞ്ഞത് പരിഹരിച്ചിരിക്കും. സാംസൺ, അതായത് ന്യായാധിപന്മാർ 16-ാം അധ്യായം താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിനകത്തൊരു വാക്യമുണ്ട്. കണ്ണ് കുത്തിപ്പൊട്ടിക്കണതിന് മുമ്പ് ഒരു വാക്യമുണ്ട്. അവനിൽ നിന്ന് അവന്റെ ശക്തി ചോർന്നത്, പരിശുദ്ധാത്മാവ് പോയത് അവൻ അറിഞ്ഞില്ല. ജപമാല ചെല്ലാത്ത മക്കളെ, ഞാൻ ഉൾപ്പെടെ ജപമാല ചെല്ലിയില്ലെങ്കിൽ തീർന്നു. കഴുത്ത് വെട്ടിയാ തീർന്നു, ശവമാ. പച്ചയ്ക്ക് പറയാ. ഒത്തിരി മക്കളെല്ലാവരും, അമ്മമാരൊക്കെ ചോദിക്കും, മകനെ നീ പഠിച്ചോ, നീ അത് ചെയ്തോ, നീ ജോലി ചെയ്യോ, ഇത് ജപമാല ചൊല്ലിയോ എന്ന് ചോദിക്കുന്ന അമ്മയാണ് അഭിഷേകമുള്ള അമ്മ. ജപമാല ചൊല്ലിയോ എന്ന് ചോദിക്കുന്ന അപ്പനാണ് അഭിഷേകമുള്ള അപ്പൻ. ഒറ്റയ്ക്കിരുന്ന് ജപമാല ചെല്ലുന്ന മക്കള് പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈ ലോകത്തെ ഭരിക്കും, വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തെയും ഭരിക്കും. ജോൺ മരിയ വിയാനി പറയും, അവളെ when you serve Mary, you actually reign in heaven, and when you obey Mary, you actually govern heaven. നീ പരിശുദ്ധ അമ്മയെ സേവിക്കുമ്പോൾ നീ സ്വർഗത്തിൽ വിരാജിക്കുക. നീ പരിശുദ്ധ അമ്മയുടെ കൽപ്പനകൾ പാലിക്കുമ്പോൾ നീയാണ് അവിടെ സ്വർഗത്തിലെ ഓരോ കാര്യങ്ങളും ഓർഡർ ആക്കുന്നത്. ഹയർ ഡിഗ്രി മനസ്സിലാവുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ചേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം മക്കളെ. സ്വർഗം ലക്ഷ്യമായി. നമ്മുടെ ഡോൺ ബോസ്കോ പുണ്യാളം ഇപ്രകാരം പറഞ്ഞു വെക്കും, നിനക്ക് പരിശുദ്ധ അമ്മയോട് ഭക്തിയും ദിവ്യകാരുണ്യ ഈശോയുടെ ഭക്തിയും ഉണ്ടെങ്കിൽ യു വിൽ നോ വാട്ട് മിറാക്കിൾസ് ആർ. എന്നിട്ട് ഡൊമിനിക് സാവിയോ അല്ല, ജോൺ ബോസ്കോ പറഞ്ഞു വെക്കും, നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പം കാലുകൊണ്ട് ഭൂമിയിൽ നടക്കുക, ഹൃദയം കൊണ്ട് അങ്ങ് സ്വർഗത്തിലും നടക്കുക. അത് തന്നെയല്ലേ പറയുന്നത് റോമ 12:2, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള വലിയ ജ്ഞാനവും അറിവും ദൈവീക രഹസ്യങ്ങളും വെളിപ്പെടുത്തി തരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാണീച്ചലിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു. വിജുചേട്ടൻ പറഞ്ഞു, നമ്മൾ പോലും അറിയാതെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം വലിയ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ദൈവം തുറന്നു വെച്ച് തരും. ഒരു പ്രാവശ്യം എന്നോട് ഒരച്ഛൻ ഇങ്ങനെ പറഞ്ഞേ, മോനെ ഇങ്ങനെയൊക്കെ നീ പ്രാർത്ഥിച്ച് നടക്കുന്നുണ്ട്, പക്ഷേ തീഷ്ണത കൂടിപ്പോകരുത് കേട്ടോ. ഞാനിങ്ങനെ ചിരിച്ചു. അച്ഛൻ ഭയങ്കര അഭിഷേകമുള്ള അച്ഛനാണ്. അച്ഛൻ പരിശുദ്ധ, പക്ഷെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് അച്ഛൻ ഇവിടെ ഇത് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാ ഇവിടെ വന്ന ആ കാര്യങ്ങൾ നടത്തുക. അത്രയ്ക്ക് ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനാണ്. അപ്പം അച്ഛൻ ഇതുപോലെ, അപ്പം അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞേ, നീ ഒരിക്കലും തീഷ്ണത കൂടി പോലും. ഞാൻ ദൈവം ഇത്രയും വലിയ ധ്യാനഗുരു എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടോ? അപ്പം അച്ഛൻ നൈസായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത് പിടിച്ചോ, ഇതുണ്ടാവും. ഞാൻ അന്ന് രാത്രി ഞാനിങ്ങനെ കിടന്നു. അതെന്താ ഈശോയെ, അച്ഛൻ അതിൻ്റെ ആൻസർ പറയാതെ ജപമാല അങ്ങ് തന്നു. പിന്നെ അന്ന് രാത്രി കർത്താവ് പറഞ്ഞു തന്നു, പരിശുദ്ധമ്മ പറഞ്ഞു തന്നു, ഈ ലോക ജീവിതം ഒരു തീർത്ഥാടനമാണ്, സ്വർഗീയ ജീവിതത്തിലേക്കുള്ള ഒരു തീർത്ഥാടനം. ചില മക്കൾ തീഷ്ണത മൂത്തിട്ടുണ്ടല്ലോ, അമ്മയുടെ കൈ വെടിയിപ്പിച്ചിട്ടും ഓടും. തീഷ്ണതയാണ്, ഭയങ്കര തീഷ്ണതയാണ്. സ്വർഗരാജ്യത്തിൽ, അതായത് ഭവനത്തിലേക്ക്, അതായത് സ്കൂള് വിട്ടിട്ട്, ഇപ്പം നമ്മുടെ ഭൂമിയിലെ ജീവിതം സ്കൂളാന്ന് വിചാരിച്ചോ, സ്വർഗരാജ്യം വീടാണെന്ന് വിചാരിക്കുക. വഴി അറിയാമേ, അമ്മ നിൽക്ക്, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിട്ട് ബാഗും സംഭവങ്ങളും കയ്യിൽ അമ്മയുടെ കിടന്നിട്ട് കൊച്ച് ഒറ്റ ഓട്ടം റോഡ് ക്രോസ് ചെയ്തപ്പോഴാ. മനസ്സിലായോ? ഇതാണ് ചില തീഷ്ണതകൾ. പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ട്, എന്നാൽ ശരിയായ അറിവ് മൂലമുള്ള തീഷ്ണതയല്ല. മറിയത്തെക്കുറിച്ച് അറിയുമ്പോൾ നീ ഈശോയെക്കുറിച്ച് കൂടുതലായി അറിയും. അതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. മറിയത്തെ കൂടാതെ നിനക്ക് ഈശോയെ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റത്തില്ല.
മറിയം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കും, സ്വർഗത്തിലെത്തിക്കും. ഫുൾ ടൈം ചേച്ചി ഇപ്രകാരം പറഞ്ഞു വയ്ക്കും, മോനെ നമുക്ക് ഫുൾ ടൈം ചേച്ചി ഇപ്രകാരമാണ് പറഞ്ഞത്. അതെ, സത്യം. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കാനാണ് ആഗ്രഹം. ഇപ്പം വിശുദ്ധൻ അപ്പം സ്വർഗത്തിലുണ്ടാവും, നടന്നിട്ടുണ്ടാവും, കേൾക്കണുണ്ട്, ഇവിടെ ഉണ്ട്. ഫുൾ ടൈം ചേച്ചി പറയും, ഈശോ എന്നെ ഇങ്ങനെ സ്വീകരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എങ്ങനെയാണെന്നറിയോ? കയറി വാ മോനെ, കയറി വാ. എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നതിന് നല്ല പരിചയമാണ്. ഫുൾ ടൈം ചേച്ചി പറയുന്ന ഒരു വലിയ വാക്യങ്ങളാണ്. ഇവിടെ ഉപാണിയച്ചൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷമം ഉണ്ടാക്കും. എൻ്റെ വലിയ ആഗ്രഹം മോനെ പ്രസംഗിച്ചുകൊണ്ടൊന്നും മരിക്കണം എന്നല്ല, ജപമാല മുട്ടുകുത്തി ചൊല്ലി 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 അറിയാതെ അങ്ങ് മരിക്കണം. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇത് തന്നെ ആഗ്രഹിക്കണ്ടേ. ഈ രാത്രി പരിശുദ്ധ അമ്മ, അച്ഛൻ എപ്പോഴും വേറെ കാര്യം പറയുന്നതാ, വിശുദ്ധി നിൽക്കണമെങ്കിൽ അച്ഛൻ എല്ലാവരും പറയും, അച്ഛൻ ഫുൾ സ്റ്റോപ്പും കോമ ഇടുന്ന ഒരു 2 കാര്യങ്ങളാണ്. ഒന്ന് പേഴ്സണൽ പ്രെയർ, രണ്ടാമത്തെ കോമ മറിയം പ്രതിഷ്ഠ അല്ലെങ്കിൽ ജപമാല. ഇത് തന്നെ അച്ഛൻ്റെ ഫുൾ സ്റ്റോപ്പും കോമ ഇതാണ്. എന്ത് പറഞ്ഞ് അവസാനിപ്പിച്ചാലും അച്ഛൻ കൊണ്ട ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ കോമ ഇടുന്നത് വ്യക്തിപരമായ പ്രാർത്ഥന അല്ലെങ്കിൽ മറിയം പ്രതിഷ്ഠ. ഞാൻ കുറേ നാളായിട്ട് അച്ഛൻ്റെ കൂടെ നിൽക്കണം. പക്ഷേ ഇതാണ് സ്വർഗത്തിൻ്റെ സിലബസ്. അവസാന നാളുകളിൽ ഇൻ ദ എൻഡ് മൈ ഇമാക്കുലേറ്റ് ഹാർട്ട് വിൽ ട്രൈംഫ്. ഇത് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാൻ, ഫാത്തിമയിൽ വെളിപ്പെടുത്തി കൊടുക്കാൻ അമ്മയെ അനുവദിച്ചൊരു രഹസ്യമാണ്. ഫാത്തിമയിൽ 3 പിള്ളേർക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പം ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഫ്രാൻസിസ്ക, ജസിന്ത, ലൂസിയ ഇവർ 3 പേരും അവരാദ്യം ചോദിച്ചത്, ആ മക്കൾ ആദ്യം ചോദിച്ചത് എന്താ അറിയോ? അമ്മേ, ജസിന്ത ചോദിച്ചു, അമ്മേ വിൽ ഐ ഗോ ടു ഹെവൻ? ഷുവർ യു വിൽ ഓൾവേസ് കം ടു ഹെവൻ. ലൂസിയം പറഞ്ഞു, അമ്മേ വിൽ ഐ ഗോ ടു ഹെവൻ? ഷുവർ, ഞാൻ ഉറപ്പായും നീയും സ്വർഗത്തിൽ പോകും. ഫ്രാൻസിസ്കോ ചോദിച്ചു കഴിഞ്ഞത് എൻ്റെ ചങ്ക് പൊളച്ചു കളഞ്ഞു. അമ്മേ വിൽ ഐ ഓൾസോ ഗോ ടു ഹെവൻ? അമ്മ കുറച്ചു നേരം സൈലൻ്റ് ആയിട്ട് പറഞ്ഞു. എത്ര സൈസുള്ള പിള്ളേരെ, എത്ര പ്രായമുള്ള പിള്ളേരെന്ന് അറിയാം. അമ്മ സൈലൻ്റ് ആയിട്ട് പറഞ്ഞേ, യെസ് ബട്ട് one condition, you will have to pray more rosaries. ആ ശിശു അല്ലെങ്കിൽ ആ ബാലനായ ഫ്രാൻസിസ്കോ ഇന്ന് വിശുദ്ധനാ, അവൻ ജപമാല ചൊല്ലിയതുകൊണ്ടാ. പക്ഷെ ആ പ്രായത്തിൽ ആ വിശുദ്ധനെ എന്ത് പാപം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ വിശുദ്ധനോട് പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ രാജ്ഞി പറയുക, നീ ജപമാല ചൊല്ലിയാലേ സ്വർഗത്തിൽ പോകുള്ളൂന്നെങ്കിൽ ഇത്രയും കാലം ജീവിച്ച നമ്മളോട് ഓരോരുത്തരോടും പറയാ, എത്ര ജപമാല ചൊല്ലണം നമ്മൾ തന്നെ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പാണീച്ചൻ പറയുന്നതാണ് വിമല ഹൃദയ പ്രതിഷ്ഠ, വ്യക്തിപരമായ പ്രാർത്ഥന. വ്യക്തിപരമായ പ്രാർത്ഥന ഈശോയോട് നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. അത് പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിച്ച് പോകും. അതായത് യൂഡി മോൺഫോർട്ടി പ്രകാരം പറഞ്ഞു വയ്ക്കും, അഗ്നിയും ചൂടും തമ്മിൽ അകറ്റാൻ പറ്റുമോ? അത്രമേൽ 2 ഹാർട്ട്സ് എന്നൊക്കെ പറയുമെങ്കിലും അച്ഛൻ പറയും 2 ഹാർട്ട്സ് എന്ന് പറയുന്നത് രണ്ടും ഇങ്ങനെ ഒന്നാന്ന് കണ്ടിട്ടോ, ഇങ്ങനെ ഒരുമിച്ച് നിൽക്കണതാ. ജപമാല ഭക്തിയും ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുമാണ് ഒരുവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. ഈ വിമല ഹൃദയ ഇമാക്കുലേറ്റ് ഹാർട്ട് എന്നുകൊണ്ട് കത്തോലിക്ക സഭ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളും സന്തോഷങ്ങളും ധ്യാനിക്കുക എന്നതാണ്. ദ സ്റ്റഡി ഓഫ് ദ ഇന്റീരിയർ ലൈഫ് ഓഫ് മദർ മേരി. അതാണ് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ കുറിച്ച് ധ്യാനം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് ടീച്ചേഴ്സ് ഡേയും കൂടിയാ. ചെറിയൊരു 7 കാര്യങ്ങൾ, പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നറിയപ്പെടുന്ന ആരാ? മഗ്ദലേന മറിയം. ഈ വിശുദ്ധ എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്നും പാപച്ചായ്വിൽ നിന്നും പരിപൂർണമായിട്ട് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധ അമ്മയുടെ ഒപ്പമായിരുന്നു. പിന്നീട് മാനസാന്തരപ്പെട്ടതിന് ശേഷം പരിശുദ്ധ പല പ്രാവശ്യം ഈ വ്യഭിചാരം ചെയ്ത ചിന്തകളും ഓർമ്മകളും കാര്യങ്ങളും ഈ വിശുദ്ധയെ അലട്ടിക്കൊണ്ടിരുന്നു. ഇവൾ ഓടി അമ്മയെടുത്ത് വരും, അമ്മ പറ്റണില്ല, അമ്മ എന്ത് പറയും? അമ്മ ഞാൻ ചെയ്ത പഴയ പാപങ്ങളൊക്കെ വീണ്ടും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ലൈവ് സ്ക്രീനിൽ ഇങ്ങനെ കാണുക. ഞാൻ എന്ത് ചെയ്യും അമ്മേ? എനിക്ക് പറ്റണില്ല, എനിക്ക് ഈശോയെ വിട്ടിട്ട് പിരിയാൻ പറ്റത്തില്ല.
അപ്പൊ ഈശോ പറയും, അവളെ ഏറെ സ്നേഹിച്ചു, അതിനാൽ അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടെങ്കിലും ഈ പാപങ്ങളുടെ ഓർമ്മ വരിക. ഈശോയുടെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് പരിശുദ്ധ അമ്മയുടെ ഒപ്പം ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളും ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ വിശുദ്ധയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഓരോ പ്രാവശ്യം പറയുമ്പോഴും വിശുദ്ധ സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൂളായിക്കൊണ്ടിരിക്കും. പിന്നെ വീണ്ടും പോകും, പിന്നെ വീണ്ടും ഇതേപോലെ വരും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു കൂട്ടിയത്, വിശുദ്ധ ഈശോയുടെ സഹനങ്ങൾ മാത്രം ധ്യാനിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം ഇവിടെ ഒരു ആളിരിക്കുക, ആ ആളുടെ കൊച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കൊച്ചാന്ന് വിചാരിക്കേ. നമ്മൾ ആ കൊച്ചിനെ നോക്കി സഹതാപം പറയും, എന്തോരം വേദനയുടെ കൂടെ പോകുന്ന ഒരു കൊച്ചാ. പക്ഷെ അതേസമയം നമ്മൾ ആ കൊച്ചിൻ്റെ അമ്മേനെക്കുറിച്ചും ചിന്തിക്കൂ, ആ അമ്മയും എന്തോരം സഹനക്കൂടെ പോകുന്ന ഒരാളായിരിക്കും. എന്നാൽ ആ അമ്മയുടെ ആംഗിളിൽ, ആ അമ്മയുടെ സ്ഥാനത്ത് ഞാനാണെന്നും കൂടി ചിന്തിച്ച് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. അതേപോലെ ഞാൻ പറയും, മഗ്ദലേന മറിയം പരിപൂർണമായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ടത്, പാപ ചായ്വുകൾ, പഴയ ഓർമ്മകളിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ടത് ഈശോയുടെ സഹനങ്ങളെ മാത്രം ധ്യാനിച്ചിട്ടില്ല, ഈശോയുടെ സഹനങ്ങൾ പരിശുദ്ധ അമ്മയിലും, അമ്മ സഹ രക്ഷക എന്നാണ് സഭ ഒരു പരിധി വരെ നമ്മൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അവൾ സ്നേഹസമക്ഷം അവനെ വിട്ടുകൊടുത്തു. അപ്പം അമ്മയുടെ വ്യാകുലങ്ങളാണ് ഈ 7 വ്യാകുലങ്ങൾ. നമുക്ക് ഇപ്പം ജസ്റ്റ് ഞാൻ 7 കാര്യങ്ങൾ പറയും, അതിനുശേഷം ശരിക്കും പരിശുദ്ധ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഗബ്രിയേൽ അമോർത്ത് പറയും, ആ അച്ഛൻ പറയും, പരിശുദ്ധ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല അഗ്നിയും തീയും തമ്മിലുമല്ല, ഈശോയും ഓടി വരും. ഈശോയും അമ്മ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഓടി വരും. പിന്നെ പിതാവായി ദൈവം തരും. പിന്നെ സ്വർഗത്തിലെ മാലാകന്മാര്, പരിശുദ്ധ അമ്മ മാലാകവൃന്ദങ്ങളുടെ രാജ്ഞിയാ. പിന്നെ രാജ്ഞി ഇല്ലാതെ പിന്നെ എന്ത് വൃന്ദങ്ങൾ, അവരും താഴെ വരും. പിതാവും പുത്രനും വരെ മെയിൻ സ്റ്റാറുകൾ അവിടെ ഇല്ലെങ്കിൽ പിന്നെ വിശുദ്ധരും ഇവിടെ വരും. ഇപ്പം നമുക്ക് ഉടനെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പക്ഷെ അതിനു മുമ്പ് ഈ 7 നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലട്ടുന്ന ഏതെങ്കിലും 7 ആത്മീയ കാര്യങ്ങളോ അല്ലെങ്കിൽ 7 ബുദ്ധിമുട്ടുകൾ, ഞാൻ 7 പരിശുദ്ധമ്മയുടെ 7 വ്യാകുലങ്ങൾ 1 2 3 4 5 6 7 7 പറഞ്ഞു വയ്ക്കും. ഉടനെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഒപ്പം ഇവിടെ ദിവ്യകാരുണ്യ ആരാധന, ഈശോയെ ആരാധിക്കും, ദൈവപിതാവിനെ ആരാധിക്കും, പരിശുദ്ധാത്മാവിനെ ആരാധിക്കും. കണ്ണുകളടക്കി 7 കാര്യങ്ങൾ പറഞ്ഞുതരാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കണേ. ഞാൻ ഒരു നമ്പർ പറയുമ്പോൾ ശ്രദ്ധിക്കണേ. ഇന്ന് ടീച്ചേഴ്സ് ഡേ, നിങ്ങൾ ചെറിയൊരു ടീച്ചിങ് തരിക. 7 കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്. ആദ്യത്തെ വ്യാകുലം, ഫസ്റ്റ് വ്യാകുലം, ഒന്നാമത്തെ വ്യാകുലം. മനസ്സിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം സമർപ്പിച്ചോ. ഒന്നാമത്തെ വ്യാകുലം, അത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു വാൾ, ഫസ്റ്റത്തെ കാര്യം. സെക്കൻഡ്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ രണ്ടാമത്തെ വ്യാകുലം, 2 അതിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുമക്കളെയും വധിക്കണമെന്ന ഹെറോദോസിന്റെ കൽപ്പന പരിശുദ്ധ അമ്മ ചോരക്കുഞ്ഞായ ഈശോയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വ്യാകുലം. 2 അതിൽ താഴെയുള്ള കുഞ്ഞുമക്കളെ വധിക്കണം എന്നുള്ള കൽപ്പനയെ പേടിച്ച് ഇറങ്ങി തിരിക്കുന്ന അതാണ് രണ്ടാമത്തെ വ്യാകുലം. 2 3 ദിവസം ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതാകുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വ്യാകുലം. 4 കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, അമ്മയും മകനും കുരിശിന്റെ വഴിയിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈ വ്യാകുലം. 5 പഞ്ചശതങ്ങളോടെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന മകന്റെ സമീപത്ത് നിൽക്കുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വ്യാകുലം. 5 6 ഒരു വ്യക്തി ഇരിക്കുന്നതിന് തുല്യമാ 6 എഴുതുന്നത്. പരിശുദ്ധ അമ്മയുടെ മടിയിലേക്ക് തൻ്റെ ദിവ്യസുതന്റെ ശരീരം കടത്തുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ദൃശ്യം. പിയാത്ത എന്ന് പറയുന്ന വലിയ മഹാദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. 6 7ാമത്തെ വ്യാകുലം, പരിശുദ്ധ അമ്മ തൻ്റെ മകന്റെ ശരീരം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നത് കാണുന്നു. കല്ലറ അടയ്ക്കുക, ഒരു ഡോർ അടയ്ക്കുക. 7 ഈ 7 വ്യാകുലങ്ങൾ ധ്യാനിച്ച് നമുക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആരാധനയ്ക്ക് പ്രവേശിക്കാം.